തിരികെ ചർച്ചയിലേക്ക് ശ്രീ അനിൽ വിളയിൽ. ഈ മണ്ഡലകാലത്തും ദേവസ്വം ബോർഡിന് റെക്കോർഡ് വരുമാനമാണ് ശബരിമലയിൽ നിന്ന് ലഭിച്ചത്. എല്ലാ തീർത്ഥാടന കാലത്തും മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളത് ഭക്തർക്ക് അങ്ങേയറ്റം തീർത്ഥാടന കാലം ദുരിതപൂർണ്ണമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് എപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. കാലാകാലങ്ങളിൽ ചെമ്പ് സ്വർണം പൂശുന്നതിനായി അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്നു, കവർന്നെടുക്കാവുന്നതൊക്കെ കവർന്നെടുക്കുന്നു, വീണ്ടും പ്രതിഷ്ഠിക്കുന്നു. കൃത്യം 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുന്നു. ആ കാര്യത്തിൽ നല്ല ഗൗരവമുണ്ട്. കൃത്യമായി തന്നെ അവരത് നടപ്പിലാക്കുന്നു. ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ വസ്തുവകകൾ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഏക്കർ കണക്കിന് സ്വത്തുക്കളാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർവത്ര കെടുകാര്യസ്ഥതയുമായി ദേവസ്വം ബോർഡ് എല്ലാ മേഖലകളിലും ഹൈന്ദവരെ തകർത്തുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാലാകാലങ്ങളായി വിശ്വാസികൾ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഭരണം ഹൈന്ദവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വാസികളെ ഏൽപ്പിക്കുക എന്നുള്ളത്. അതിൽ തുടങ്ങുന്നില്ലേ ഈ കൊടും കൊള്ളയുടെ ഒരു ചരിത്രം മാറ്റി എഴുതാം എന്നുള്ളൊരു വിശ്വാസം പോലും? ദൈവമില്ല, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രമാണത്തിന്റെ ഉടമസ്ഥരാണ് കേരളത്തിലെ ഇടതുമുന്നണി. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും തട്ടിപ്പും വെട്ടിപ്പും മോഷണവും നടത്താനുള്ള ഒരു അക്ഷയഖനിയും, അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഒരു അക്ഷയഖനിയുമാണ് ശബരിമല എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിനെ എല്ലാ കാലത്തും, നമ്മൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം, അല്ലെ അതിനു മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് നിലവിൽ വന്നു. ആരാധനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ദേവസ്വം ബോർഡ് മുതൽ ഇപ്പോഴത്തെ ഈ IAS ഉദ്യോഗസ്ഥനായ ജയകുമാർ വരെയുള്ള എല്ലാ ദേവസ്വം ബോർഡുകളെ പറ്റി പരിശോധിക്കുമ്പോൾ ഇത് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെ CPM, ഈ രണ്ട് വിഭാഗക്കാർ മാറി മാറിയാണ് ദേവസ്വം ബോർഡുകളുടെ ഭരണം നടത്തിയിട്ടുള്ളത്. ഈ ഏകദേശം 75 വർഷക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിനിടയിൽ ഈ ക്ഷേത്രങ്ങൾക്ക് എത്രമാത്രം വികസനം ഉണ്ടായി, അയ്യപ്പ ഭക്തന്മാരുടെ എത്രമാത്രം ആവശ്യങ്ങൾ പരിഗണിച്ച് സാധിച്ചു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ശബരിമല ഉൾപ്പെടെയുള്ള 1200ഓളം വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാക്കി ഇവിടുത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആവശ്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇടതുമുന്നണിയുടെ പ്രതിനിധിയും ഈ ചർച്ചയിലുണ്ട്. ഞാൻ ആദ്യം ഉന്നയിച്ച ആരോപണം വളരെ വ്യക്തമായിരുന്നു. സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ കുടുംബത്തിന്റെ ഈ ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിനെ കോൺഗ്രസ് പ്രതിനിധി ഇതുവരെ എതിർക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി കൊടുക്കാനോ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ രവിശങ്കർ പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിക്ക് അപ്രകാരമുള്ള ഇടപാടുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം അത് കോൺഗ്രസിന്റെ മണ്ടക്കെട്ട് വെച്ചു കൊടുക്കാനുള്ള കാര്യം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. വളരെ വ്യക്തമായ രീതിയിൽ ഈ കേസ് തകിടം മറിക്കാനുള്ള ഒരു തിരക്കഥ AKG സെൻട്രലിലും കോൺഗ്രസുകാരുടെ ഇടയിലും ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ കാലത്തും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പോലീസ് കേസ് ഉണ്ടാവുകയാണെങ്കിൽ, പ്രമാദമായ ഏത് കേസ് ഉണ്ടാവുകയാണെങ്കിലും ഒന്നുകിൽ അവർ ഭീഷണിപ്പെടുത്തും, അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയും അധികാരത്തിൽ ഇരിക്കുമ്പോൾ പ്രലോഭിപ്പിച്ചുമാണ് അവരെല്ലാ കേസുകളും അട്ടിമറിച്ചിട്ടുള്ളത്. പാലത്തായിലെ ഒരു അധ്യാപകനായ പത്മരാജനെ ആ കേസ് IG ഉൾപ്പെടെയുള്ള ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് ശേഷം ഈ രത്നകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന അന്വേഷണം അപ്പാടെ അട്ടിമറിച്ച് ശിക്ഷ മേടിച്ച് കള്ളരേഖകൾ ഉണ്ടാക്കി ശിക്ഷ മേടിച്ചു കൊടുത്തു. അത് പെൻഷൻ പറ്റി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വേഷം കെട്ടി മത്സരിച്ച് ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമാന സാഹചര്യം ഇക്കാര്യത്തിലും ഉണ്ടാകാം. ഇക്കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുവരെ SIT-യുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ യാതൊരുവിധമായ പരാതിയും പറഞ്ഞിട്ടില്ലെന്നാണ് ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞത്. തെറ്റാണ്. ആദ്യം ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ചായിട്ടുള്ള രാജാ വിജയരാജനും ജയകുമാറും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചും ഇവരെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വത്തിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വെക്കേഷൻ ജഡ്ജിയായിട്ടുള്ള ബദറുദ്ദീനും സമാന സംഭവം ആവർത്തിച്ചിട്ടുണ്ട്. SIT മന്ദഗതിയിൽ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ കാര്യം, ഇത് കൃത്യമായ രീതിയിൽ കേസ് അവസാനം ഉള്ളി തൊലിച്ചതുപോലെ ആക്കി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു. ശ്രീമതി രോഹിണി ചോദിച്ചതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കൂ, അയ്യപ്പസ്വാമി ക്ഷേത്രവും ഗുരുവായൂരും ഒക്കെ ധാരാളം താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്.
ഇത്രയും മോഷണം നടന്നു, ഇത്രയും സാധനങ്ങൾ അവിടെ നശിപ്പിച്ചു, ഇത്രയും ആചാര ലംഘനങ്ങൾ അവിടെ ഉണ്ടായി. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ദൈവികമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രശ്നം വെക്കലോ ദേവപ്രശ്നമോ അവിടെ നടത്തിയിട്ടില്ല. അത് തന്നെ അവർ ശബരിമലയുടെ ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. ശബരിമലയിൽ ഇതുവരെ നടന്നിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെ പറ്റി ഒരു ദേവപ്രശ്നം നടത്തുകയും അതിന്റെ പരിഹാര ക്രിയകൾ ചെയ്യാതെ മുമ്പോട്ട് പോകുന്ന നടപടിയെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൈന്ദവ സമൂഹം അതിനെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. കാരണം ക്ഷേത്രങ്ങളുടെ താന്ത്രിക പ്രാധാന്യമുള്ള സംഭവങ്ങളെ ഇല്ലാതാക്കി മാറ്റുക എന്നുള്ള ഇടതുമുന്നണിയുടെ നയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിലിരിക്കുമ്പോൾ ക്ഷേത്ര വിശ്വാസികളുള്ള അല്ലാത്ത ആൾക്കാരെ അവിടേക്ക് വിടുന്നു. ഇതുവരെ CPM പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദേവസ്വം വകുപ്പിൽ ദേവസ്വം മന്ത്രിക്ക് യാതൊരു വിധമായ റോളുമില്ല, ഉത്സവം നടത്തിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 100% തെറ്റല്ലേ രോഹിണി? നമ്മൾ ശ്രദ്ധിക്കൂ, കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഒരു സഹോദരി മരണമടയുകയുണ്ടായി. ആ സഹോദരി മരണമടഞ്ഞത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. ആ മരിച്ച സഹോദരിയുടെ മകന് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ അന്തേവാസിയായിട്ടുള്ള ആ സ്ത്രീയുടെ മകന് ദേവസ്വം ബോർഡിലാണ് ജോലി കൊടുത്തത്. ജോലി കൊടുത്തതിലെ തെറ്റല്ല. എന്തേ ആരോഗ്യ വകുപ്പിലേക്ക് ആയിരക്കണക്കിന് വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ അവിടേക്ക് കൊടുത്തില്ല? എന്തുകൊണ്ടാണ് മന്ത്രി തന്നെ നേരിട്ട് അത്തരത്തിൽ മരണമടഞ്ഞ ഒരു സ്ത്രീയുടെ മകന് ജോലി കൊടുത്തത്? അപ്പോൾ ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ദേവസ്വം വകുപ്പിൽ ഒരു ഈച്ച പറക്കണമെന്നുണ്ടെങ്കിൽ AKA സെന്റർ അറിയണം. AKA സെന്റർ അറിയാതെ ഒരു ഈച്ച പോലും ദേവസ്വം ബോർഡിൽ ഭരിക്കില്ല. നിയമമൊക്കെ നോക്കുകുത്തിയാണ്. ദേവസ്വം മാനുവലും ദേവസ്വം നിയമവും ഒക്കെ അവിടെ ഇരിക്കും. ആ ഇരിക്കുന്ന ഒന്നും CPM പ്രശ്നമല്ല. CPM സംബന്ധിച്ചിടത്തോളം ഏത് മന്ത്രിസഭ വന്നാലും അധികാരവും അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതും AKG സെൻട്രലാണ്, മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ്. ആരാധനായിട്ടുള്ള BJP പ്രതിനിധി പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമോനും മുഖ്യമന്ത്രിയുടെ മോളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇതിനകത്ത്.